വരാനിരിക്കുന്ന റംസാൻ വിഷു ആഘോഷങ്ങളെ വരവേൽക്കാൻ 10% മുതൽ 40% വരെ ആകർഷകമായ ഓഫറുകളുമായി നിറം ഫാബ് ഒരുങ്ങിക്കഴിഞ്ഞു. റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ അതിവിപുലമായ കളക്ഷൻ, ജെന്റ്സ്, ലേഡീസ് ആൻഡ് കിഡ്സ് വെയറുകളുടെ അതിവിപുലമായ ശേഖരം, വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യം. ഈ ആഘോഷകാലത്ത് നിങ്ങളുടെ ഷോപ്പിംഗ് കൂടുതൽ സന്തോഷകരമാക്കാൻ ഇന്ന് തന്നെ എത്തിച്ചേരൂ. വടക്കാഞ്ചേരി കോൺഗ്രസിൽ കലാപം. സീറ്റ് വിൽപ്പന നടന്നുവെന്ന് ആരോപിച്ച് യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി രാജിവെച്ചു. KC വേണുഗോപാലിനെതിരെ രൂക്ഷ വിമർശനവുമായി ഷെഫീഖ്. വടക്കാഞ്ചേരി നിയോജക മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ കോൺഗ്രസിൽ വൻ പൊട്ടിത്തെറി. സ്ഥാനാർത്ഥി നിർണയത്തിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് TH മുഹമ്മദ് ഷെഫീഖ് പാർട്ടിയിൽ നിന്നും രാജിവെച്ചു. ഇത്തരമൊരു പത്രസമ്മേളനം വിളിക്കാനുണ്ടായ ഒരു സാഹചര്യം എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാവുന്നതുപോലെ വടക്കാഞ്ചേരി നിയമസഭാ മണ്ഡലത്തിൽ ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി നിർണയം ആദ്യഘട്ടത്തിൽ ആദ്യ പട്ടികയിൽ വന്നിരുന്നില്ല എന്ന് നമുക്കെല്ലാം അറിയാം. രണ്ടാം പട്ടികയിലാണ് വടക്കാഞ്ചേരി വരുന്നത്. വടക്കാഞ്ചേരിയിൽ വലിയ രീതിയിലുള്ള തർക്കങ്ങൾ ഇപ്പോഴത്തെ സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട് വന്നു. വടക്കാഞ്ചേരി അസംബ്ലി മണ്ഡലത്തിലെ 7 മണ്ഡല പ്രസിഡന്റുമാരിൽ 9 മണ്ഡല പ്രസിഡന്റുമാരിൽ 7 മണ്ഡല പ്രസിഡന്റുമാരും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ 6ഓളം ജനറൽ സെക്രട്ടറിമാരും അസംബ്ലി UDFന്റെ നിയോജകമണ്ഡലം ചെയർമാൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസിന്റെ വലിയൊരു നേതൃത്വം ഇപ്പോഴത്തെ സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട് വിയോജനക്കുറിപ്പ് തയ്യാറാക്കുകയും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിക്കും കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിക്കും ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിക്കും ഒക്കെ അത് കൊടുക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടായി. വടക്കാഞ്ചേരിയിലെ സ്ഥാനാർത്ഥി നിർണയം എന്ന് പറയുന്നത് ഒരു പേയ്മെന്റ് സീറ്റാണ്. നിങ്ങൾക്കറിയാവുന്നതുപോലെ പതിറ്റാണ്ടുകളോളമായി വടക്കാഞ്ചേരിയിൽ പ്രവർത്തിക്കുന്ന നിരവധിയായ നേതാക്കളുണ്ട്. ജനസമ്മതിയുള്ള ആളുകൾ, പരിചയസമ്പത്തുള്ള ആളുകൾ, നിരവധി കാലമായി പൊതുപ്രവർത്തന രംഗത്തും സാമൂഹ്യ രാഷ്ട്രീയ ജീവകാരുണ്യ രംഗത്തുമൊക്കെ പ്രവർത്തിക്കുന്ന നിരവധിയായ ആളുകൾ വടക്കാഞ്ചേരി നിയോജകമണ്ഡലത്തിൽ തന്നെ നേതൃതലത്തിലുള്ളപ്പോൾ അവരെയെല്ലാം മാറ്റി നിർത്തി സ്ഥാനാർത്ഥി വന്നതിനെ കുറിച്ചിട്ട് വലിയ രീതിയിലുള്ള ചർച്ച പാർട്ടിക്കകത്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. വടക്കാഞ്ചേരിയിലേത് പേയ്മെന്റ് സീറ്റാണെന്നും AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ സമ്പൂർണ്ണ പരാജയമാണെന്നും ഷെഫീഖ് വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. തൃശൂർ ജില്ലയിൽ നിന്നുള്ള ഒരു മുൻ MLA, കോൺഗ്രസിന്റെ മുൻ MLAയും മുൻ MP-യും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വവും ഒക്കെ ഇടപെട്ടുകൊണ്ട് ഒരു പേയ്മെന്റ് സീറ്റാക്കി വടക്കാഞ്ചേരിയെ മാറ്റി എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ കച്ചവടം ചെയ്തു എന്നുള്ളതാണ് അതിന്റെ സത്യം. ഇത് ഈ പാർട്ടിയെ സ്നേഹിക്കുന്ന, ഈ പാർട്ടിയിൽ വിശ്വാസമർപ്പിച്ച് പതിറ്റാണ്ടുകളോളമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പ്രവർത്തകരെയും നേതാക്കളെയും ഒക്കെ വഞ്ചിക്കുന്നതിന് തുല്യമായ പ്രവർത്തനമാണ് നടത്തിയത്. വലിയ രീതിയിലുള്ള ഒരു പൊട്ടിത്തെറി പാർട്ടിക്കകത്തുണ്ടായി. ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ സംഘടനാ ചുമതലയുള്ള സെക്രട്ടറി പല ആളുകളെയും നേരിട്ട് ബന്ധപ്പെട്ട് അവരെ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന് ഓഫർ ചെയ്തിരിക്കുന്നത് നിങ്ങൾ ഈ ഭരണം കിട്ടുമെന്നാണ് പറയുന്നത്. അപ്പൊ ഭരണം കിട്ടിയാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അതിൻ്റെതായ പരിഗണന കിട്ടും, അതിൻ്റെതായ സ്ഥാനങ്ങൾ നൽകുമെന്ന് പറഞ്ഞിട്ടാണ് പല ആളുകളെയും ആശ്വസിപ്പിച്ച് നിർത്തിയിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇവിടെ ജയിക്കണം എന്നുള്ള ഒരു ഉദ്ദേശം, പാർട്ടി ജയിക്കണം, പാർട്ടി സ്ഥാനാർത്ഥി ജയിക്കണം എന്നുള്ളൊരു ഉദ്ദേശം ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി നേതൃത്വത്തിന് ഇല്ല എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരം. പരിചയസമ്പത്തും ജനസമിതിയുമുള്ളവരെ മാറ്റി നിർത്തി സീറ്റ് വിൽപ്പനയ്ക്ക് വെച്ചത് ജനാധിപത്യ മൂല്യങ്ങൾക്ക് നിരക്കാത്തതാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. KSU യൂണിറ്റ് പ്രസിഡന്റ് മുതൽ യൂത്ത് കോൺഗ്രസ് ജില്ലാ ഭാരവാഹി വരെയായി ദീർഘകാലം പ്രവർത്തിച്ച ഷെഫീഖിന്റെ രാജി തിരഞ്ഞെടുപ്പ് വേളയിൽ UDFന് വലിയ തിരിച്ചടിയായിരിക്കുകയാണ്.